നമ്മൾ ലാസ്റ്റ് ഈ അക്വേറിയങ്ങളുടെ അപ്ഡേറ്റ് വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത അപ്ഡേറ്റ് വരുന്നത് ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ചായിരിക്കും എന്നുള്ളത്. നമ്മൾ അവസാനമായിട്ട് ഈ രണ്ട് അക്വേറിയങ്ങൾ ചെയ്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികൾ മുഴുവൻ എടുത്ത് മാറ്റി അതിനുശേഷം നമ്മൾ ജാവ ഫീണുകളെല്ലാം ഈ ചെടികളെല്ലാം ഫ്ലോട്ട് ചെയ്യിച്ചിടുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിന് ചെറിയൊരു ഔട്ട്ഡോർ ടാങ്കാണ്, അതിനകത്ത് കിടക്കുന്ന ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളിൽ നിന്ന് നമ്മൾ ഓരോ പെയർ വീതം എടുത്ത് രണ്ട് അക്വേറിയങ്ങളും ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ കിടക്കുന്നതെല്ലാം നമ്മൾ മുമ്പ് ബ്രീഡ് ചെയ്യിച്ച കുഞ്ഞുങ്ങൾ വലുതായതാണ് ആ ടാങ്കിൽ കിടക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ പെയറിന് വീതം ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്ന് രാവിലെ ഫീഡ് ചെയ്യാനായിട്ട് വന്നതാണ്. നെറ്റൊക്കെ കവർ ചെയ്തിട്ടാണ് ഇട്ടായിരുന്നത്. നെറ്റിൻ്റെ മുകളിൽ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഗ്യാപ്പ് മതി നമുക്ക് ഈ ഒരു ബീറ്റാ ഫിഷിൻ്റെ ആ ഒരു സൈസിലുള്ള ചെറിയ പെല്ലറ്റ് ഇട്ട് കൊടുക്കാൻ. ഇന്ന് വന്നപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞുങ്ങൾ മൂവ് ചെയ്യുന്നത് കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. രണ്ട് അക്വേറിയത്തിലും ബ്രീഡായിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ കുഞ്ഞുങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബ്രീഡിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. മറ്റേ അക്വേറിയത്തിൽ ഞാൻ ചെക്ക് ചെയ്തിരുന്നു, അതിനകത്തും കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം മുമ്പ് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫീഡ് ചെയ്യാനായിട്ട് വന്ന സമയത്ത്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഈ ഫീമെയിലിൻ്റെ വയറ് ചുരുങ്ങിയതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് റഫായിട്ട്. പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇന്ന് ഫീഡ് ചെയ്യാൻ വന്നപ്പോഴാണ് കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പോൾ മനസ്സിലായി ബ്രീഡായിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നെറ്റ് തുറന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പെട്ടെന്ന് ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞത് അതാണ്. ഇനി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അധികം നാളായില്ല, അതിന് മുമ്പേ തന്നെ ബ്രീഡിങ് നടന്നിട്ടുണ്ട് രണ്ട് അക്വേറിയത്തിലും. അധികം കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികം കുഞ്ഞുങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. ആദ്യത്തെ ഈ ഒരു അക്വേറിയത്തിൽ 2 കുഞ്ഞുങ്ങളെയാണ് ഞാൻ കണ്ടത്. അപ്പുറത്തെ അക്വേറിയത്തിൽ ഒരു 4 കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നു കാണും. നമുക്കറിയാം ഗപ്പികൾക്ക് കാനിബലിസ്റ്റിക് സ്വഭാവമുണ്ട്. ഫീമെയിലുകൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കാറുണ്ട്. ഈ കാണുന്നത് ഫീമെയിലാണ്, മെയിലും അതിനകത്ത് നടക്കുന്നുണ്ട്. 2 അക്വേറിയത്തിലും മെയിലും ഫീമെയിലും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. 2 പേരും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കൊത്തി ഓടിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. കണ്ടില്ലേ കുഞ്ഞിൻ്റെ നേരെ പുറകിലാണ് ഇപ്പോൾ ആ ഒരു ഗപ്പി നിന്നായിരുന്നത്, ഫീമെയിൽ ഗപ്പി. ഈ 2 ഫീമെയിൽ ഗപ്പികൾക്കും അത്യാവശ്യം നല്ല സൈസും വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വരേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്കറിയില്ല ബ്രീഡിങ് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫീമെയിൽ തന്നെ കുഞ്ഞുങ്ങളെ കഴിച്ചതായിരിക്കും. ഇനി ഗപ്പികളെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, മെജോറിറ്റി ആൾക്കാർക്ക് ഇത് കാണുന്നത് അറിയായിരിക്കും ഓൾറെഡി ഗപ്പികൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഗപ്പി ഫാമിലിയിൽ പെട്ട മീനുകൾക്ക്, അതായത് ഗപ്പികൾക്ക് ഫീമെയിലിനെ പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന സ്വഭാവമുണ്ട്. ഗപ്പി, പ്ലാറ്റി, മോളി തുടങ്ങിയ ആ ഒരു സ്പീഷീസിൽ ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് ഈ ഒരു പണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്വന്തം കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ആ ഒരു സ്വഭാവം കാണിക്കുന്നത് ഗപ്പികളാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. വിശപ്പായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മെയിൽ അധികം പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. കുഞ്ഞുങ്ങളെയൊന്നും അങ്ങനെ കൊത്തി ഓടിക്കുന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല മെയിൽ സൈസിൽ ചെറുതാണ്, ഫീമെയിൽ നല്ല വലുപ്പമുള്ളതാണ്. ചില സമയങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഫീമെയിൽ മെയിലിനെയൊക്കെ കൊത്തി ഓടിക്കുന്നത് കാണാം. ഫീമെയിലിൻ്റെ സൈസ് ഈ ഒരു മെയിലിൻ്റെ ഒരു എനിക്ക് പറയാം 2 ഇരട്ടി അല്ല 3 ഇരട്ടിയൊക്കെ സൈസ് കാണുന്നുണ്ട്. കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഇത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി എത്രയായാലും നമുക്ക് വിഷയമുള്ള കേസല്ല. കുഞ്ഞുങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ഇപ്പോൾ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് ഇന്ന് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളെ പിടിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കൗണ്ട് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നാളെ എന്തായാലും ഞാൻ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു ട്രേ എടുത്ത് ട്രേക്കകത്താണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുങ്ങളെ ഇട്ടത്. ട്രേക്കകത്ത് അത്യാവശ്യം എന്താ പറയുക ഒരു ഹാഫ് സൈസ് വരെയൊക്കെ ഞാൻ വളർത്തി വലുതാക്കിയിട്ടുണ്ടായിരുന്നു. ട്രേ ആകുമ്പോൾ സ്ക്വയർ ഷേപ്പ് അല്ല, റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ആ ട്രേ കിടന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പണി തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഒരു ഹാഫ് സൈസൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചെറിയ ഔട്ട്ഡോർ ടാങ്കിൽ തന്നെ കൊണ്ടുപോയി ഇടാം. മുമ്പ് ചെയ്തിരുന്ന അതേ സംഭവം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു അക്വേറിയത്തിൽ ചെടികളും വളർത്താം, അതോടൊപ്പം തന്നെ മീനുകളെയും വളർത്തി ബ്രീഡ് ചെയ്യിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പെയറിനെയാണ് അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. അതിനെ വാങ്ങിക്കൊണ്ട് വന്ന് നല്ല രീതിയിൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതേപോലെ പ്രസവിച്ച് നിറച്ച് കുഞ്ഞുങ്ങളുണ്ടാവും. ഇതിനെ നമുക്ക് കൃത്യമായിട്ട് തന്നെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇതേപോലെ അഡൾട്ട് ഇതെല്ലാം കുഞ്ഞുങ്ങൾ വലുതായതാണ്. ഈ ഫീമെയിലൊക്കെ നമ്മുടെ കഴിഞ്ഞ ആ ഒരു മെയിൻ പെയർ ഉണ്ടായിരുന്നില്ലേ ആദ്യത്തെ, അതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിലിട്ട് വളർത്തി വലുതാക്കിയിട്ട് പിന്നെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ കൊണ്ടുവന്നിട്ടപ്പോഴാണ് ഈ ഒരു വലിയ സൈസിലേക്ക് ആയത്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ പേരിനെയും വീണ്ടും പിടിച്ച് ഈ ഒരു 2 അക്വേറിയത്തിലും കൊണ്ടിട്ടത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള ചില മൊമെൻറ്റ്സ് ആണ്. പിന്നെ അവരിതേ വീണ്ടും 2 അക്വേറിയങ്ങളിലും കിടന്ന് 2 പേരും ബ്രീഡായി വീണ്ടും കുഞ്ഞുങ്ങൾ ഇറങ്ങി. ഈ കുഞ്ഞുങ്ങൾ നമ്മൾ വീണ്ടും ട്രെയിലിട്ട് വലുതാക്കുന്നു, തിരിച്ച് ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇടുന്നു. അതുപോലെ അപ്പോൾ ജസ്റ്റ് ഒരു പെയറിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു ഫിഷ് കീപ്പർ അല്ലെങ്കിൽ ഒരു അക്വേറിയം ഹോബീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്.
എന്നാൽ വലിയ കെയർ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ അക്വേറിയം ഇതിനകത്ത് കിടക്കുന്ന ഈ വെള്ളം നിറച്ചിട്ടുള്ള വെള്ളവും ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ചെടികളും ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിരിക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ജസ്റ്റ് നാച്ചുറലായിട്ട് നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ കുറച്ച് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ഡെയിലി നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല. ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പെല്ലറ്റ് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ്. ചെടികൾ അതിൽ കിടന്ന് വളരുന്നുണ്ട്. ഗപ്പികൾ അതിൽ കിടന്ന് ബ്രീഡാവുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു 30% വെള്ളം ജസ്റ്റ് ഒരു സൈഫൺ ഉപയോഗിച്ച് വലിച്ച് കളയുക. അടിഭാഗത്തുള്ള വേസ്റ്റും അതും കൂടി വലിച്ച് കളഞ്ഞ് അത് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമാണ് ചെയ്യുന്നത്. വലിയ കെയർ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് കിട്ടുമ്പോൾ ഈ ചെടികൾ നല്ല രീതിയിൽ വളർന്ന് മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. ഗപ്പികൾ ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇത്രയും നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നല്ല സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു അക്വേറിയത്തിനകത്തുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് അധികം സ്പേസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചെടികളൊക്കെ ഇതുപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നമുക്ക് കുഞ്ഞുങ്ങളെ സർവൈവ് ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നു. ആ ചെടിച്ചട്ടികളിൽ നമ്മൾ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടിച്ചട്ടികളുടെ ഇടയിൽ ഡാർക്ക് ആയിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ പോയി ഇവർ ഹൈഡ് ചെയ്ത് നിൽക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ നിന്ന് മുകളിലേക്ക് ചെടികൾ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് ചെടികൾ ഇതേപോലെ കിടക്കുന്നുണ്ടായിരുന്നു. അതേസമയം അടിഭാഗത്ത് മുഴുവൻ ചെടികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചെടിച്ചട്ടികളും അടിയിലത്തെ ചെടികളും റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടി മൊത്തം എംപ്റ്റി ആയി. അവിടെ മൊത്തം നല്ല രീതിയിൽ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഹൈഡിങ് സ്പോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൗണ്ട് കുറഞ്ഞത്. ഫീമെയിൽ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ഈ കാണുന്നതാണ് നമ്മൾ എടുത്തു മാറ്റിയ ചെടിച്ചട്ടികൾ. അപ്പോൾ ഇത്രയ്ക്കാണ് അപ്ഡേറ്റ്. നമ്മൾ അടുത്ത് തന്നെ കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.